ലവ് വേഴ്സസ് പൊസസീവ്നെസ് എന്ന് പറയുന്ന വേർഡ് അത്ര പരിചയമില്ലാത്തൊരു വേർഡല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇമോഷണലി ഒരു അഫെക്ഷൻ തോന്നുന്ന കാര്യമാണ്, അതിനെയാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് അല്ലേ. അതൊരു വ്യക്തിയോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനോടായിരിക്കാം, എന്തെങ്കിലും ഒരു തിങ്സിനോടായിരിക്കാം, എന്തെങ്കിലും സാധനങ്ങളോടൊക്കെ ആയിരിക്കാം. എന്തിനോടും നമുക്കൊരു ഇമോഷണലി ഒരു അഫെക്ഷൻ തോന്നി അതിൽ പ്രണയം എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രണയവും പൊസസീവ്നെസ്സും ഒന്നാണോ അല്ലയോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, സ്ഥിതിഗതികൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പ്രണയത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരു കോൺസെപ്റ്റാണ് പ്രണയം എന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കാര്യം അതായിരിക്കും, നീ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പൊസസീവ്നെസ്സിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഹാപ്പി ആക്കി വെക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അത് മെല്ലെ ചാടും. അതാണ് ഇത് തമ്മിലുള്ള ഒരു കുഞ്ഞു വ്യത്യാസം എന്ന് പറയുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് റീചെക്ക് ചെയ്യേണ്ടി വരുന്നത് അത്യാവശ്യമായിട്ട് വരും കേട്ടോ. എനിവേ, വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. പ്രണയത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമ്മളുടെ മുന്നിൽ വരുന്നത് എന്താണ്? പൂവിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഒരു പൂ പറിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ഞാനും പറയാം. നമ്മളിപ്പോൾ ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ, ഒരു റോസോ എന്തോ ആയിക്കോട്ടെ, ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറിക്കുകയോ അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ ചെയ്യുക? അതിലുണ്ട് നമ്മൾ ഒരു പ്രണയബന്ധത്തിലായിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ആ പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് ആസ്വദിച്ച്, അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അതിനോടൊരു ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പൂ പറിക്കില്ല. കാരണം അവിടെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിനെ പറിച്ച് നമ്മുടെ കൂടെ കൊണ്ട് നടന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ആ പൂ കണ്ടു, ഇഷ്ടപ്പെട്ടു, ശരി ഫൈൻ, എൻ്റെ കൂടെ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പറിച്ച് കൊണ്ടുപോകും. പക്ഷെ ആ ഭംഗി നമുക്ക് എപ്പോഴും, ആ ചെടിയിൽ നിൽക്കുന്ന ഭംഗി നമ്മുടെ കൂടെ കൂട്ടി ആ പൂവിന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അത് പതിയെ പതിയെ വാടി 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 അങ്ങനെ പെട്ടെന്ന് വാടും അല്ലേ ആ പൂവ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിലെന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എങ്ങനെയാണോ നമ്മൾ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ കൊണ്ട് നടക്കുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ കെയർ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, ശരി നീ എൻ്റെ കൂടെ അല്ലേ ലൈഫ് ലോങ് ഇരിക്കാൻ പോകുന്നത്, ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയെയും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പ്രണയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രണയത്തിൽ ഒരിക്കലും കൺട്രോളിങ് ഇല്ല, കൺട്രോൾ ചെയ്യാൻ പാടില്ല. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അവരെ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക, അതാണ് പ്രണയം എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലും പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ പേഴ്സണൽ സ്പേസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും വ്യക്തികളിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടേ നമ്മൾ ജീവിക്കുകയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു പൊസസീവ്നെസ് അധികമായി കഴിഞ്ഞാൽ ഒരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ പ്രണയം നമ്മൾ അങ്ങോട്ട് മറക്കും. നമുക്ക് തോന്നും നമ്മൾ ഈ പൊസസീവ്നെസ് കാണിക്കുന്നത് ഇഷ്ടം കൊണ്ടാണെന്നുള്ളത്. ഇഷ്ടം കൊണ്ട് പൊസസീവ്നെസ് കാണിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു അളവില്ലേ. നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് ഈ ഇഷ്ടം കാണിക്കേണ്ട അല്ലെങ്കിൽ ഈ പൊസസീവ്നെസ് കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. അവിടെ നമ്മുടെ ഇഷ്ടം പോയി അല്ലേ. എല്ലാ വ്യക്തികൾക്കും തന്നിഷ്ടത്തിന് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, അത് കൊടുക്കണം. അവിടെ നമ്മുടെ ഈ പ്രണയം വർക്കൗട്ട് ആവുള്ളൂ, ഏതോ റിലേഷൻഷിപ്പും വർക്കൗട്ട് ആവുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്ക് നീ ചെയ്യുന്ന ഈ ഒരു കാര്യം ഇഷ്ടമല്ല, അതുകൊണ്ട് നീയും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ ഇഷ്ടം അങ്ങോട്ട് മറന്നു കളഞ്ഞേക്ക്, എനിക്കിഷ്ടമല്ലല്ലോ, അപ്പം നിനക്കും ഇഷ്ടപ്പെടണ്ട. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഏതൊരു വ്യക്തിയുടെയും ഇഷ്ടങ്ങൾ മറ്റൊരു വ്യക്തിയാണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ. ഇപ്പം എനിക്കൊരു കാര്യം ഇഷ്ടമല്ല, അപ്പം നിങ്ങളും ആ കാര്യം ഇഷ്ടപ്പെടണ്ട എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഒരു ലോജിക്കും ഇല്ല. ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഒരാളും പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. ഏതോ റിലേഷൻഷിപ്പിലും അങ്ങനെ നിങ്ങൾക്ക് വല്ല സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അധികകാലം ആ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പ്രണയിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പ്രണയിക്കപ്പെടുന്നവരാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് അവരെ വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങളൊരു സ്പേസ് എപ്പോഴും കൊടുക്കണം. അവരവിടെ പിടിച്ചു നിർത്താൻ നോക്കിയാൽ ഒരിക്കലും ലൈഫ് ലോങ് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കി.
അതുപോലെ നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തോന്നുകയാണ്, അതിൽ നമ്മൾ പാർട്ട്ണറുടെ അടുത്ത് അഭിപ്രായം ചോദിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ അവിടെ ചോദിക്കണം എന്ന് തോന്നാൻ നമുക്കൊരു മനസ്സ് വരാൻ കാരണം എന്താണ്, നമ്മുടെ പാർട്ട്ണർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ചോദിക്കാനുള്ള ഒരു മനസ്സ് വരും. പക്ഷേ ആദ്യമൊക്കെ ഇത് ചോദിച്ചു, പിന്നീട് നമുക്കിത് ചോദിക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തോന്നുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആൻസർ ആയിരിക്കില്ല നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയത്തിൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം കിട്ടത്തില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, നമുക്ക് വേണ്ട കാര്യങ്ങളിലൊന്നും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ മടി വരുന്നത്, അല്ലേ? അല്ലാത്ത പക്ഷെ നമുക്ക് എന്താ ധൈര്യമായിട്ട് ചോദിച്ചൂടെ? ആ ധൈര്യക്കുറവ് വരുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ പാർട്ട്ണർ ബിഹേവ് ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പ് എത്തിക്കരുത്. കാരണം അവിടെ ഹെൽത്തി അല്ലാണ്ടായി മാറുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരാണെന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട. എന്തിനാ അത്? അവരുടെ ഒരു ഇഷ്ടമല്ലേ ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, വിട്ട് കളഞ്ഞേക്ക്. അതിൽ കയറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേർക്കും ഇത് ഓക്കെയാണ്. അത്യാവശ്യം റെസ്ട്രിക്ഷൻ ഒക്കെ ആവാം, അത്യാവശ്യം പോസിറ്റീവ്നെസ് ഒക്കെ കാണിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികളടുത്ത് ഞാൻ സംസാരിക്കുന്നേ ഇല്ല കേട്ടോ. അത് നിങ്ങൾ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ മാറ്റി വെച്ചോളൂ, അങ്ങനത്തെ വ്യക്തികൾ മാറി നിന്നോളൂ. എല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, സ്ട്രെസ് എന്നുള്ള വ്യക്തികളുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസിന് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്, മറ്റുള്ളവരുടെ വാല്യൂസിന് വേണ്ടിയിട്ടല്ല. ഒരു വ്യക്തിയിലും നമ്മൾ അഡിക്റ്റഡ് ആവരുത്. അഡിക്റ്റഡ് ആയാലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആ ഒരു അഡിക്ഷൻ ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അടുത്ത് നിങ്ങൾക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പേസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെയെങ്കിൽ അവിടെ ഇച്ചിരി പോസിറ്റീവ്നെസ് ആയാലും ഇച്ചിരി ഇച്ചിരി റെസ്ട്രിക്ഷൻസ് ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അത് വർക്കൗട്ട് ആയി പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ശല്യമില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഈ ലവും പോസിറ്റീവ്നെസ്സും നിങ്ങൾ കറക്റ്റായിട്ട് തിരിച്ചറിയണം. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന് റെസ്ട്രിക്ഷൻ, രണ്ടാമത്തെ എപ്പോഴും അയാളുടെ കൂടെ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വേണമെന്ന് വാശി പിടിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ക്യാരക്ടർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് 3 നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം എപ്പോഴും കൂടെ വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയമില്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ കൂടെ ഒക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയും ഉണ്ടാവില്ല, ഫ്രണ്ട്സും ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു നിമിഷം ഈ വ്യക്തി അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഒറ്റയ്ക്കായി പോവുകയും ചെയ്യും. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പാടില്ല, ആ സ്ഥലത്ത് പോകാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ആ ഫുഡ് കഴിക്കാൻ പാടില്ല. ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളത് മറക്കണം. എന്തൊരു കഷ്ടപ്പാടാ. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും വേണം. അത് അവരുടെ മാത്രം സന്തോഷമല്ലേ, നമ്മുടെ സന്തോഷം അവിടെ എവിടെയാണ് ഉള്ളത്? നമ്മളൊരു അടിമനെ പോലെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ ഫ്രണ്ട്സിനെയും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിന് ഒരു അർത്ഥമില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും പരസ്പരം കെയർ ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക, പരസ്പരം ഒരു ഫ്രീഡം കൊടുക്കുക. എൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെയാണ് പ്രണയം എന്ന് പറയുന്നത്, അല്ലേ? അവർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽത്തി അല്ല, അല്ലെങ്കിൽ അവരെ ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും, ആ ഒരു വ്യക്തിയെ നെഗറ്റീവായിട്ട് ബാധിക്കും, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് അവർക്കുണ്ട്, അത്തരത്തിലുള്ള ഫ്രണ്ട്സ് അവർക്കുണ്ട്, അത്തരത്തിലുള്ള ഹാബിറ്റ്സ് അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ മാറ്റിയെടുക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനെ അലോസരപ്പെടുത്തുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ അത്തരത്തിലുള്ള റിലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മെല്ലെ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മെല്ലെ ഊരിപ്പോരുക. അല്ലാത്ത പക്ഷം
നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല. എപ്പോഴും പേഴ്സണൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. ഒരു വ്യക്തിനിഷ്ഠമായിട്ട് നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ പാടില്ല, പ്രത്യേകം മനസ്സിലാക്കുക. ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ അല്ലാത്തവരുടെ കാര്യമാണെന്നുള്ളത് പ്രത്യേകം ഞാൻ പറയുന്നു. എല്ലാ റിലേഷൻഷിപ്പിലും കുറച്ച് പോസിറ്റീവ്നെസ് ആവാം, കുറച്ച് റെസ്ട്രിക്ഷൻസ് ആവാം, പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാൽ എല്ലാതും പ്രശ്നമാണ്, അൺഹെൽത്തി ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ.